നല്ല കാറ്റുള്ള സമയത്ത് ബീച്ചിലോ തുറസായ സ്ഥലത്തോ ഒക്കെ പട്ടം പറത്താൻ ഇഷ്ടപ്പെടാത്തവരായി ആരുണ്ട്? എന്നാൽ ഇതൊരു മത്സരമായാലോ? അതെ, അങ്ങനെ ഒരു മത്സരമുണ്ട്. വെറും തമാശയല്ല അവർക്ക് ഈ മത്സരം, മറിച്ച് അഭിമാന പ്രശ്നം കൂടിയാണ്. മകരസംക്രാന്തി ദിനത്തിലാണ് ഈ പട്ടം പറത്തൽ ഉത്സവം. ഗുജറാത്തിലും രാജസ്ഥാനിലുമാണ് പട്ടം പറത്തൽ ഉത്സവം ഏറ്റവും ആഘോഷിക്കപ്പെടുന്നത്. ഉത്തരായനം എന്നാണ് ഇവിടങ്ങളിൽ ഈ ദിവസം അറിയപ്പെടുന്നത്. രാജ്യത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലും കൈറ്റ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാറുണ്ട്. രാജസ്ഥാനിലെ ജയ്പൂരിലും ഗുജറാത്തിലെ അഹമ്മദാബാദിലും എല്ലാ വർഷവും ജനുവരി മാസത്തിൽ രാജ്യാന്തര പട്ടം പറത്തൽ മഹോത്സവം നടത്താറുണ്ട്. ഗുജറാത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ തന്നെ പ്രധാന ഇടം നേടിയ ഒരു ആഘോഷം കൂടിയാണിത്. ഈ ആഘോഷം എങ്ങനെ എപ്പോൾ തുടങ്ങി എന്നതിൽ കൃത്യതയില്ല. എങ്കിലും ചില രേഖകൾ അനുസരിച്ച് പെർഷ്യയിൽ നിന്നെത്തിയ മുസ്ലിം വ്യാപാരികളാണ് അവ പരിചയപ്പെടുത്തിയതെന്നും അതേസമയം ചൈനീസ് വ്യാപാരികളും തീർത്ഥാടകരും ടിബറ്റിൽ നിന്നുള്ള ഈ പാരമ്പര്യം ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ പട്ടം പറത്തൽ ഇന്ത്യയിൽ വളരെ മുൻപ് തന്നെ നിലവിലുണ്ടായിരുന്നുവെന്ന് ഇവിടുത്തെ പല നാടോടി കഥകളും ഐതിഹ്യങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. ഐതിഹ്യമനുസരിച്ച് ഉറങ്ങുന്ന ദൈവങ്ങളെ ഉണർത്താനുള്ള ഒരു ആഘോഷമായാണ് ഇതിനെ കരുതുന്നത്. ജനുവരി 7 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിലാണ് ഉത്സവം. പല രൂപങ്ങളിലും വർണ്ണങ്ങളിലുമുള്ള പട്ടങ്ങൾ ഒരുമിച്ച് ആകാശത്ത് പാറിപ്പറക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. വസന്തകാലത്തിന്റെ വരവിനെയും സൂര്യന്റെ ഉത്തരായന യാത്രയെയും സൂചിപ്പിക്കുന്ന ഉത്സവം കൂടിയാണിത്. ഈ ദിവസങ്ങളിൽ കടകളിൽ പലതരത്തിലുള്ള പട്ടങ്ങൾ കൊണ്ട് നിറയും. പട്ടങ്ങളുടെ തലസ്ഥാനം എന്നാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ് അറിയപ്പെടുന്നത് പോലും. മകരസംക്രാന്തിയോടനുബന്ധിച്ച് വലിയ വിൽപ്പനയാണ് ഇവിടെ നടക്കുന്നത്. പട്ടാങ് ബസാർ എന്ന പേരിൽ പട്ടങ്ങൾക്ക് പേരുകേട്ട ഒരു മാർക്കറ്റ് തന്നെ ഇവിടെയുണ്ട്. 1989 മുതലാണ് അഹമ്മദാബാദിൽ കൈറ്റ് ഫെസ്റ്റിവൽ എന്ന പേരിൽ പൊതുവായി ഉത്സവം സംഘടിപ്പിച്ചു തുടങ്ങിയത്. ജയ്പൂരിലും സമാനമായ കാഴ്ചയാണ്. ജയ്പൂരിൽ പട്ടം പറത്തലിന് ചരിത്രപരമായ പ്രാധാന്യം മാത്രമല്ല ഉള്ളത്, സാമുദായിക ഐക്യത്തിന്റെയും പ്രതീകം കൂടിയാണിത്. ഹിന്ദു മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ പട്ടം പറത്തൽ ഒരു പാരമ്പര്യമാണ്. അതവരെ ഒരുമിച്ച് കൊണ്ടുവരുന്നുവെന്നാണ് വിശ്വാസം. പഴയ ജയ്പൂരിലെ ഹന്ദിപുര ബസാറിൽ 150 വർഷം പഴക്കമുള്ള ഒരു പട്ടം മാർക്കറ്റുണ്ട്. സംക്രാന്തി ദിനത്തിൽ ഈ മാർക്കറ്റിലെ കടകൾ വർണ്ണാഭമായ പട്ടങ്ങൾ കൊണ്ട് നിറയും. പട്ടം നിർമ്മാണ കല നൂറ്റാണ്ടുകളായി കുടുംബങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്നവയാണ്. ജയ്പൂരിൽ വിൽക്കുന്ന പട്ടങ്ങളുടെ വൈവിധ്യം അതിശയകരമാണ്. ചില കടയുടമകൾ സെലിബ്രിറ്റികളുടെ മുഖങ്ങളുള്ള പട്ടങ്ങൾ പോലും വിൽക്കാറുണ്ട്. 200 രൂപ മുതൽ 5000 രൂപ വരെയാണ് ഈ പട്ടങ്ങളുടെ വില. ആഘോഷത്തിലുപരി ഇതൊരു മത്സരം കൂടിയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. മറ്റുള്ളവരുടെ പട്ടം എങ്ങനെയും തട്ടിക്കളയുകയാണ് മത്സരത്തിന്റെ ലക്ഷ്യം. ഉയർന്നു പൊങ്ങുന്ന പട്ടങ്ങളെ നിയന്ത്രിക്കുന്ന നൂലുകൾ ഉപയോഗിച്ച് എതിരാളിയുടെ പട്ടത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്തും. ആവേശം പലപ്പോഴും അതിര് കടക്കാറുമുണ്ട്. മത്സരത്തിൽ ജയിക്കാനായി പല പ്രയോഗങ്ങളും ഇവർ നടത്താറുണ്ട്. മാഞ്ച എന്നറിയപ്പെടുന്ന പട്ടത്തെ നിയന്ത്രിക്കുന്ന നൂലിൽ ഗ്ലാസ് പൊടിച്ച് പശയും ചേർത്തെടുക്കും. ഈ നൂലുപയോഗിച്ച് എതിരാളികളുടെ മാഞ്ച പെട്ടെന്ന് പൊട്ടിക്കാൻ സാധിക്കും. എന്നാൽ ഇത് ഏറ്റവും അപകടകരമായ പ്രവണതയാണ്. മത്സര സമയത്തും പിന്നീടും ധാരാളം അപകടങ്ങൾക്ക് ഇത് വഴിവെക്കും. അതുകൊണ്ട് തന്നെ ആഘോഷം അതിരു കടക്കാതിരിക്കാൻ പട്ടം പറത്തൽ ഉത്സവത്തിനും അതിനായി ഉപയോഗിക്കുന്ന സാധനങ്ങളിലും നിയന്ത്രണങ്ങളുണ്ട്. എന്നാൽ ഉത്സവത്തിന്റെ ആവേശത്തിന് ഇതൊരു കുറവ് വരുത്തുന്നുമില്ല. ഈ ദിവസങ്ങൾ ഇനി ആഘോഷത്തിൻ്റെത് മാത്രമല്ല, ആവേശത്തിൻ്റെത് കൂടിയാണ്.